പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ വൈഫ് ദേവിയോട് പറയാറുണ്ട്, നിങ്ങൾ എന്നത്തിനെ ഒഴിഞ്ഞു മറന്ന് കാര്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് പറഞ്ഞു. അവർക്ക് എന്തൊക്കെയോ ഒളിച്ച് കളിയും പാട്ടുമൊക്കെ ആയിട്ട് പോവുകയാണ്, ഇവരുടെ ചേടുത്തിയുമൊക്കെ ആയിട്ട്. ഞാൻ ഈയിടെ അറിയുന്നത് ഇവർക്കൊരു കൊച്ചുണ്ടെന്നും അത് അതിൻ്റെ ഇവർ കല്യാണമൊക്കെ രഹസ്യപരമായിട്ടുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ചെയ്യിച്ചതെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. ഇയാൾ ഉദയകുമാർ എന്ന് പറയുന്നത് ഉദയം ഫിലിപ്പാണ്. ഇയാൾ എൻ്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും ഒന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഞാനറിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്കൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, ജനകീയ ആസൂത്രണ കമ്മിറ്റി. ഈ കമ്മിറ്റിക്കാരും ഒന്നും പറയില്ല എൻ്റെ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നുണ്ടെന്നോ. ഈ കാര്യങ്ങളെല്ലാം അടച്ചു മൂടിയേച്ച് ഒരു കോർഡിനേറ്ററുണ്ട്, കോർഡിനേറ്ററും മിണ്ടുക. അവസാനം ഈ കോർഡിനേറ്ററാണ് അവർ കാര്യമൊക്കെ പറഞ്ഞാലും അവർ നല്ലതായിട്ട് എന്നോട് സഹായിച്ചു. പരമാവധി അവരാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അവർക്കും അറിയാം അവരെയും കൊല്ലുമെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ തടി കേടാകാതെ രക്ഷപ്പെട്ടു. എൻ്റെ മോനെ പീഡിപ്പിക്കാൻ പാടില്ല, അവൻ അവൻ്റേതായ രീതിയിൽ വരട്ടെ, എൻ്റെ കൂടെ താമസിക്കാനാണ്. എൻ്റെ സ്വത്തിൻ്റെ ഭാഗത്തിലേക്ക് അവരെ ആഡ് ചെയ്യണ്ട. ആ ഉദയം ഫിലിപ്പിന് കൊടുക്കാനുള്ള പൈസ എടുത്ത് അതിന് അങ്ങ് കൊടുത്തേര് കേട്ടോ. ഉദയം ഫിലിപ്പിൻ്റെ സ്വത്തയിലുള്ളത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കുഞ്ഞല്ലത്, അത് ഉദയം ഫിലിപ്പിൻ്റെ. ഉദയം ഫിലിപ്പ് എന്ന് അവിടെ പോകാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ കുഞ്ഞിനോട് ആവശ്യമില്ലാത്തത് സംസാരിക്കാനുണ്ടോ, ഇനി നിർത്തിയേക്കുക നിങ്ങളുടെ പരിപാടികൾ. അപ്പോൾ ഞാൻ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ ഡൈവേഴ്സ് നോട്ടീസിന് ഉടക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഉദയം ഫിലിപ്പിൻ്റെ ഉടക്കൊക്കെ ഞാനിപ്പം തീർന്നു കേട്ടോ. ഫാമിലി കോർട്ടിൽ വന്നു കുറേ കാലങ്ങളായിട്ട് എന്നെ വ്യാജ ഓരോന്ന് പറഞ്ഞേച്ച് എന്നെ ഞാൻ അന്നേ ചോദിച്ചിരുന്നു, എന്താ വഴി ഞങ്ങളെ ഈ കുഴിയിലൊക്കെ കൊണ്ടുവന്ന് എന്നെയും മോനെ. അന്നേരം പറഞ്ഞു, ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് മരിക്കട്ടെ. വേറൊരാൾ വന്നു, എന്നാ ജനറൽ കാറ്റഗറിയാണ്, ജനറലും അല്ല ഒരു കോപ്പും അല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. എന്ത് കോപ്പായാലും ഞങ്ങൾക്ക് ഇതൊന്നും അല്ല പ്രശ്നം, ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുകയല്ലായിരുന്നു. അന്നേച്ചു വന്നേച്ചു പോകൃത്തരം കാണിച്ചേച്ചു. പിന്നീട് എൻ്റെ കൂടെ കിടന്ന് ചമ്മഞ്ഞ് നല്ല പാരിയൊക്കെ കഴിക്കണ്ട, അവർ അവരുടെ കാമുകൻ്റെ കൂടെ ജീവിക്കട്ടെ. അതിനുള്ള കാലം ഭർത്താവായിട്ട് ആ കാമുകൻ്റെ കൂടെ ജീവിക്കട്ടെ, അതല്ലേ നല്ലത്.